എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുവാൻ ഇതാ ഇന്ത്യൻ ചെഗുവേര ഉദിച്ചു എന്ന് മലയാളത്തിലെ മുഖ്യധാര മാധ്യമമായിട്ടുള്ള മലയാള മനോരമ പോലും വിശേഷിപ്പിച്ച കനയ്യകുമാർ തലകുത്തി മറിഞ്ഞിട്ടും 18 അടവും പയറ്റിയിട്ടും ഒടുവിൽ ബീഹാറിൽ BJP സ്ഥാനാർത്ഥിക്കെതിരെ 4 ലക്ഷത്തിൽ പരം വോട്ടിന് തോറ്റു തുന്നം പാടി. പിന്നിതാ അടുത്ത ആൾ പട്ടേൽ സമുദായക്കാരുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ദാ വന്നു ഹാർദിക് പട്ടേൽ ഗുജറാത്തിൽ നിന്ന് പോലും നരേന്ദ്രമോദിയെ ഓടിക്കുമെന്നായിരുന്നു അന്നത്തെ വീരവാദം. പിന്നീട് ഹാർദിക് പട്ടേൽ ഇന്ന് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ BJPക്കാരനായിട്ടിരിക്കുന്നു എന്നാണ് ഉത്തരം. ഇനി ആദ്യം പറഞ്ഞ കനയ്യകുമാർ ASFൻ്റെ നേതാവായിരുന്ന, അതായത് CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാന നേതാവായിരുന്ന കനയ്യകുമാർ, ആസാദി സേ ആസാദി എന്ന സ്ലോഗൻ്റെ ആൾ ഇന്നിപ്പോൾ കോൺഗ്രസ്സിലിരിക്കുന്നു. 2 പേരുടെ കാര്യമേ ആയുള്ളൂ, ഇനിയും കിടക്കുന്നു കാണ്ടം വേറെയും നേതാക്കൾ. അടുത്ത ആളിതാ വരുന്നു ഭീം ആർമിയും കൊണ്ട്. ചന്ദ്രശേഖർ ആസാദ് അഥവാ രാവൺ എന്ന പേരിൽ സുഡാപ്പികൾ, പ്രത്യേകിച്ച് SDP ആളുകൾ പൊക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ചെയ്ത്. കേരളത്തിലും വന്നു. ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ SDP കൊടി വെക്കാൻ നോക്കി, അദ്ദേഹം സമ്മതിച്ചില്ല. ഇതാ നരേന്ദ്രമോദിയെ മറിച്ച് താഴെയിടും എന്നായിരുന്നു വാഴ്ത്താഴി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അയാളുടെ പേര് പോലും എങ്ങും കേൾക്കാനില്ല. ഇടയ്ക്കൊരു മലയാളിയുടെ പേരും നമ്മൾ കേട്ടു. അതെ, കണ്ണൻ ഗോപിനാഥൻ. IASകാരനായിരുന്നു. IAS വലിച്ചെറിഞ്ഞിട്ട് അടുത്ത മാർച്ചിനകം CAA പിൻവലിച്ചില്ലെങ്കിൽ മോദി വിവരമറിയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. ആ സമയത്ത് മലയാള പത്രങ്ങളും മാധ്യമങ്ങളും വാഴ്ത്താഴി കൊണ്ട് പുകഴ്ത്തൽ കൊണ്ട് മൂടി അയാളെ. എവിടെ ഇന്ന് ആ കണ്ണൻ ഗോപിനാഥൻ? കാണാനില്ല. തീർന്നില്ല, ജിഗ്നേഷ് മേവാനി എന്നൊരാൾ വന്നു, അയാളെയും കാണുന്നില്ല. ഇന്ന് അയാളെപ്പറ്റി ഒരു ചെറുകോളം വാർത്ത പോലും എങ്ങും കാണാനില്ല. അതിൻ്റെ ഇടയ്ക്ക് രോഹിത് വെമുല എന്ന ഒരു പയ്യൻ ഹൈദരാബാദിൽ ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ പേരിൽ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. സകല ആസാദിക്കാരും ഓടി വന്നു. മോദി ഇതാ രാജിവെക്കാൻ പോകുന്നു എന്നായിരുന്നു മുറവിളികൾ. ഇതിനിടയിൽ എപ്പോഴും പറഞ്ഞു കേട്ട മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി അതാ ഭാവി പ്രധാനമന്ത്രിയാവാൻ പോകുന്നു. ഇന്ത്യയുടെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയിലായിരുന്നു. അന്ന് യുവ നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എങ്കിൽ ഇന്ന് 54 വയസ്സിലെത്തി നിൽക്കുന്നു. ഇവർക്കൊന്നും പറ്റാത്ത കാര്യം, അതായത് രാഹുൽ ഗാന്ധി, കനയ്യകുമാർ, ജിഗ്നേഷ് മേവാനി, ഹാർദിക് പട്ടേൽ, കണ്ണൻ ഗോപിനാഥൻ, അതേപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ്, ഇത്രയേറെ നേതാക്കളെ ഓരോ കാലത്തും മോദിക്കെതിരായി ഇവർ ഉയർത്തിക്കൊണ്ടുവന്നു. ഇവർക്കൊന്നും നടക്കാത്ത കാര്യം, ഇവരൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും 18 അടവ് വയറ്റിയിട്ടും നടക്കാത്ത കാര്യം ഒരു 30കാരൻ പയ്യൻ നേടിത്തരും എന്ന സ്വപ്നത്തിലാണ്, എന്ന വ്യാമോഹത്തിലാണ് ഇവിടെയുള്ള ജിഹാദികളും സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും. അവരുടെ പുതിയ ബാപ്പയാണ് അയാൾ. ധ്രുവ് റാഡി എന്ന ഒരു യൂട്യൂബറാണ് അയാൾ. ഏതോ രാജ്യത്തിരുന്ന് വൺ സൈഡ് യൂട്യൂബ് മാത്രം പറയുന്ന ആൾ, യൂട്യൂബിലൂടെ വൺ സൈഡ് മാത്രം സംസാരിക്കുന്ന ആൾ. ഏതെങ്കിലും ചർച്ചയിൽ ഒരു റൈറ്റ് വിങ്ങുകാരനോടോ അല്ലെങ്കിൽ ഒരു BJPക്കാരനോടോ BJP അനുഭാവിയോടോ ചർച്ച ചെയ്ത് എപ്പോഴെങ്കിലും ജയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. യൂട്യൂബിലൂടെ വന്ന് വൺ സൈഡ് മാത്രം പറഞ്ഞിട്ട് പോകും. ഇന്ത്യയിൽ 50 കോടിക്ക് മുകളിൽ ഹിന്ദി അറിയാവുന്നവരുണ്ട് എന്ന് ഓർക്കുക. 50 കോടിക്ക് മുകളിൽ ഏതാനും ലക്ഷങ്ങളോ അല്ലെങ്കിൽ 1 കോടിയോ വ്യൂവേഴ്സ് കിട്ടുക, ഒരു ഹിന്ദി സംസാരിക്കുന്നതിന് കിട്ടുക എന്നത് വലിയ കാര്യമൊന്നുമല്ല. ഇവിടെ തീർച്ചയായിട്ടും BJPക്ക് ഭൂരിപക്ഷമുണ്ട്, അതേപോലെ തന്നെ BJPക്ക് പ്രതിപക്ഷമുണ്ട്. കഴിഞ്ഞ തവണ പോലും കോൺഗ്രസിന് 25% വോട്ട് കിട്ടിയിരുന്നു. അതിൻ്റെ അർത്ഥം അതിൻ്റെ എണ്ണം തന്നെ കോടികൾ വരും. അപ്പോൾ BJP വിരുദ്ധരായിട്ടുള്ള ആളുകൾ എന്തായാലും 10 കോടിക്ക് മുകളിൽ കാണുമെന്ന് ഉറപ്പാണ്. അതിൽ 1 കോടി വ്യൂവേഴ്സിന് കിട്ടിയാൽ അതെന്തോ വലിയ കാര്യമാണെന്നും നരേന്ദ്രമോദി ഇപ്പോൾ മറിഞ്ഞു വീഴുമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്നവരോട് മുൻഗാമികളുടെ കഥ ഓർക്കുന്നത് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് ഓരോ ബാപ്പമാരും ഓരോ പിതാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. ഈ 2024-ൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് മറ്റാരുമില്ലാത്ത അവസ്ഥയിൽ ഒരു 30കാരനെ ബാപ്പയാക്കേണ്ടി വന്ന നിങ്ങളുടെ വ്യാമോഹവും നിങ്ങളുടെ സ്വപ്നവും മാത്രമാണ് ധ്രുവ് റാഡി എന്നോർക്കുക. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതുപോലെ യൂട്യൂബിലൂടെ ഓരോ വീഡിയോ ആയിട്ട് വന്ന് കാശുണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു വിരുദ്ധനായ ഒരു യുവാവ് മാത്രമാണ് അയാൾ. അതായത് നമ്മളൊരു ചൊല്ലു കേട്ടിട്ടില്ലേ, കാറ്റുള്ളപ്പോൾ തോറ്റുക എന്ന്. അതാണ് അയാൾ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അയാൾക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ വ്യൂവേഴ്സായി നിൽക്കുക എന്ന ലളിതമായ കാര്യം മാത്രമാണ് BJP വിരുദ്ധർ, സംഘി വിരുദ്ധർ അല്ലെങ്കിൽ മോദി വിരുദ്ധരായിട്ടുള്ളവർ ചെയ്യുന്നത്. അയാളെ പൊക്കിക്കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതിൻ്റെ അർത്ഥം
നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് കാശിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന്.